കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് CPIM നിർമ്മിച്ച രക്തസാക്ഷി സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം ഇന്നാണ് നടക്കുക. ചെറ്റക്കണ്ടി തെക്കുമുറി ആണ് CPM തൃപ്പങ്ങോട്ടൂർ ലോക്കൽ കമ്മിറ്റി രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ ഈ പരിപാടിയുടെ ഉദ്ഘാടകനാണിന്ന്. എന്തായാലും ഇതിനകം തന്നെ വിവാദമായിട്ടുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. അതായത് ബോംബ് സ്ഫോടനത്തിൽ ബോംബ് പൊട്ടി മരിച്ചവർക്ക് സ്മാരകം നിർമ്മിക്കുക, അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷി. ഇതിനെക്കുറിച്ചുള്ള വിവാദം ഇതിനകം തന്നെ സജീവമാണ് കേരള രാഷ്ട്രീയത്തിൽ. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരും രക്തസാക്ഷികളാണ് എന്നതാണ് ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമായി, അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ നൈതികത ചോദ്യം ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ഇത് ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. 2015 ജൂൺ 6 പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ ഒരു കുന്നിൻ മുകളിൽ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടാവുകയും CPIM പ്രവർത്തകരായിരുന്ന ഷൈജുവും സുബീഷും കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ CPIM അനുസ്മരണ പരിപാടികൾ തൊട്ടടുത്ത വർഷമായ 2016 മുതൽ നടത്തിപ്പോരുന്നുണ്ട്. ഇരുവരെയും പാർട്ടിയുടെ ഔദ്യോഗിക രക്തസാക്ഷികളായി കാണുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ഫോടനം നടന്നതിന് പിന്നാലെ CPIMന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ആ സ്ഫോടന സംഭവത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. പക്ഷേ CPIMന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം ഒരു ഘട്ടത്തിലും അവരെ തള്ളിപ്പറഞ്ഞില്ല. അവരുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങിയത് അന്നത്തെ CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനാണ്. പിന്നീട് അങ്ങോട്ടേക്ക് അനുസ്മരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലെ കാര്യം, അവർക്കായി പാർട്ടി തന്നെ മുൻകൈയെടുത്ത് ധനശേഖരണം ഒക്കെ നടത്തി ഒരു രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചു. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹം പങ്കെടുക്കും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സംബന്ധിച്ച് അദ്ദേഹത്തോട് തന്നെ 2 തവണ നമ്മൾ പ്രതികരണങ്ങൾ ആരാഞ്ഞിരുന്നു. അദ്ദേഹം പക്ഷേ ഒരു ഘട്ടത്തിലും വ്യക്തതയുള്ള മറുപടി ഇത് സംബന്ധിച്ച് നൽകിയില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം P ജയരാജനും EP ജയരാജനും ഇരുവരുടേതും ചെറുത്തുനിൽപ്പാണ്, പ്രതിരോധമാണ്. ആ മേഖലയിൽ തുടർച്ചയായി സംഘപരിവാറും CPIM തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ ഏകപക്ഷീയമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ ഉണ്ടായ രക്തസാക്ഷിത്വം എന്നൊരു ഔദ്യോഗിക വാദമാണ് മറ്റ് നേതാക്കൾ നൽകിയത്. അതേസമയം ജില്ലാ നേതൃത്വം എന്തെങ്കിലും ഒരു മറുപടി നൽകിയില്ല. CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് പാർട്ടി ജില്ലാ ഘടകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും, അത്തരം പരിപാടികളിലാണ് താൻ പങ്കെടുക്കുക എന്നുകൂടിയാണ് പറയുന്നത്. അതേസമയം ബോംബ് രാഷ്ട്രീയത്തെക്കുറിച്ച് പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അവയൊക്കെ അതാത് ഘട്ടങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് CPIM ഒക്കെ തള്ളിപ്പറയുകയും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. അന്നും CPIM അതിനെ തള്ളിപ്പറഞ്ഞതുമാണ്. പക്ഷേ അത്തരം സംഭവം അവർക്കൊക്കെ രക്തസാക്ഷി അംഗീകാരം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ രാഷ്ട്രീയ നൈതികത എന്താണ്? ഏത് നിലയ്ക്കാണ് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. പക്ഷേ അപ്പോഴും CPIM ഔദ്യോഗികമായി വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, അവിടെ OK വാസു മാസ്റ്റർ BJPയിൽ നിന്നും CPIMലേക്ക് പോയ ഒരു കാലമാണ്. അവിടെ തുടർച്ചയായി സംഘർഷങ്ങളുണ്ടായി, ആളുകൾ കൊല്ലപ്പെട്ടു. അത്തരം ഘട്ടങ്ങളിൽ പ്രതിരോധം അനിവാര്യമായി വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇരുവരും സജീവ CPIM പ്രവർത്തകരാണ്. രക്തസാക്ഷികളെയും അധിക്ഷേപിക്കാൻ അനുവദിക്കില്ല, അവർ രക്തസാക്ഷികൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ അത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ സജീവമാണ്. ഇക്കാര്യത്തിൽ ഈ ബോംബ് നിർമ്മിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നവർ എങ്ങനെയാണ് രക്തസാക്ഷികളാവുക, അതെങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ പാർട്ടി അതുമായി മുന്നോട്ട് തന്നെയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് പാനൂർ തെക്കുമുറിയിൽ, ഈസ്റ്റ് ചെറ്റക്കണ്ടിക്കടുത്ത തെക്കുമുറിയിൽ സ്മാരക സ്തൂപത്തിൻ്റെ അനാച്ഛാദനം നടക്കുക. ഒരു സ്മാരക മന്ദിരവും ഒപ്പം ഒരു രക്തസാക്ഷി സ്മാരകവും കൂടിയാണ് നിർമ്മിക്കുന്നത്. ആ പരിപാടിയിൽ MV ഗോവിന്ദനും ഒപ്പം CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും P ജയരാജനും അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ. ചെയ്യുന്ന പണിയല്ല, പാർട്ടിയുടെ വിശ്വാസമാണ് രക്തസാക്ഷി തീർക്കുന്നത് എന്നിതോടെ മനസ്സിലാകും. ദേവിക ദേവി പറയുന്നു, സാറിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? മുഖത്ത് അത് കാണുന്നുണ്ട്. മുഖത്ത് ഉണ്ടോ? സൂക്ഷിച്ചു നോക്കേ.